ഒരെണ്ണം സെൻഡ് ചെയ്താണ്. ഒരെണ്ണം സെൻഡ് ചെയ്താടാ. ഡാ പ്ലീസ് ഡാ താടാ പ്ലീസ്. നിനക്ക് കാണാൻ പറ്റിയ വീഡിയോസ് ഒന്നും ഇല്ല അതില്. എന്നാലും ഒന്ന് നോക്കട്ടാ. എടാ ഞാനൊരു വീഡിയോ കാണാൻ പാടില്ല നിനക്ക്. എവിടെ നോക്കട്ടെ. അലക്കാടാ. എന്തോ ആടാ. കാലവർഷം കനത്തു. ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ കേരളത്തിലെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. ശക്തമായ കാറ്റിലും മഴയിലും പലയിടത്തും കനത്ത കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ കാറ്റുവീശാൻ സാധ്യതയുള്ളതിനാൽ അടുത്ത 48 മണിക്കൂർ നേരത്തേക്ക് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരളത്തിന്റെ വടക്കൻ മേഖലകളിൽ അപ്രതീക്ഷിതമായി രൂപപ്പെട്ട തീക്കാറ്റ് ഒരേ സമയം തീരപ്രദേശങ്ങളെ ആശങ്കയിലാഴ്ത്തി. തീരത്തുള്ള വൃക്ഷങ്ങളും സസ്യങ്ങളും കരിഞ്ഞുണങ്ങിയെങ്കിലും കാലവർഷം കനത്തതിനാൽ പകർച്ചവ്യാധികൾ അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ ആരംഭിച്ച ഇന്ത്യ പാക് അതിർത്തി രക്ഷാസേനാ തലവന്മാരുടെ യോഗത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. മേജർ ജനറൽ ഉമർ ഫാറൂഖ് ബുർഖയുടെ നേതൃത്വത്തിലുള്ള 16-അംഗ സംഘമാണ് പാകിസ്ഥാനിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്തത്. എന്താ രമേശ സാറേ രാവിലെ മഴയത്ത്? മഴക്കാലമൊക്കെ അല്ലേ, ആരോഗ്യ പ്രവർത്തനം. എന്താ ഇത്? ഓ ഇവിടെ ഇപ്പൊ എന്നാ ശുചിയാക്കാനാ? നിങ്ങൾ ആ ലക്ഷം വീട് കോളനിയിലേക്കൊന്ന് ചെല്ലണം. അടുക്കാൻ പറ്റിയല്ല, പാടുപ്പും വീരില്ലാത്ത കുറെ വൃത്തികെട്ട ആൾക്കാരാ അവിടെ കിടക്കുന്നത്. എല്ലായിടത്തും പോണം. നിങ്ങൾ ഈ നോട്ടീസ് കൊടുത്താലൊന്നും അതുങ്ങൾ നേരെയാവുന്നു എനിക്ക് തോന്നുന്നില്ല. കേറി വാ, ചായ കുടിച്ചിട്ട് വാ. ഇല്ല, ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയത്. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി. എന്തായാലും എല്ലായിടും ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ഇവിടെ ഒന്നും ഒരു പ്രശ്നവും ഇല്ലെന്നേ. നാരായണേട്ടാ. രമേശൻ സാറേ, കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ. ഒരു സ്റ്റഡി ക്യാമ്പ് ഉണ്ടായിരുന്നു ഏട്ടാ. എന്താ വിശേഷമൊക്കെ? ഈ നശിച്ച മഴക്കാലത്ത് എന്ത് വിശേഷം സാറേ? അതാ ഞാൻ പറഞ്ഞത്, മഴക്കാല സൂക്ഷിക്കണം. കുറച്ച് നോട്ടീസ് ഉണ്ട്. മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അതിനെ കുറിച്ചാ. ഓ എന്റെ സാറേ, നിങ്ങൾ ഈ ആരോഗ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് കളയുന്ന കാശൊക്കെ ഞങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് തന്നിരുന്നെങ്കിൽ ഒരു നേരത്തെ കഞ്ഞി കുടിക്കായിരുന്നു. സാറ് ചിരിക്കുമൊന്നും വേണ്ട. ഞാനേ ഒരു കക്കൂസിന് അപേക്ഷ കൊടുത്തിട്ട് കൊല്ലം 1 ആയി ഈ നേരം വരെ. 2-3 കൊല്ലം മുമ്പ് നിനക്കൊന്ന് തന്നതല്ലേ ദിവാര? ആ ഗ്രാമസേവകനെ പറ്റിച്ച് നീ കാശും വാങ്ങിയിട്ട് കക്കൂസ് ഉണ്ടാക്കാതെ വന്നപ്പോ അയാൾ എത്ര തവണ നിന്നെ തേടി നടന്നെന്ന് അറിയാമോ? ഇവിടെയും വന്നു 2-3 തവണ. അത് പിന്നെ കാശിന് ഇച്ചിരി അത്യാവശ്യം വന്നപ്പോ ഞാനടുത്തങ്ങ് മറിച്ചു, അല്ലാതെ. പിന്നെ വർഷാവർഷം നിനക്ക് കക്കൂസ് ഉണ്ടാക്കാൻ സർക്കാർ കാശ് തരുമല്ലേ? അല്ല പിന്നെ നീയൊക്കെ കുഴി കുത്തി തൂറിയാ മതി. ദിവാരേട്ടാ, അതൊക്കെ അവിടെ നിക്കട്ടെ. ഈ പറഞ്ഞതൊക്കെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല മഴക്കാലമൊക്കെ അല്ലേ വരണേ. ഇനി വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ പല പകർച്ചവ്യാധികളും വരും. നമ്മൾ വേണ്ടേ നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാൻ? സാറൊന്ന് ചുമ്മാരി. എന്റെ വീട് നോക്കാനേ എനിക്കറിയാം. അന്നിച്ചിരി അത്യാവശ്യം വന്നപ്പം ചെയ്തു പോയതാ. ഓരോ കൊല്ലം എത്ര ലക്ഷം രൂപയാ നമ്മൾ പാവപ്പെട്ടവന്റെ ഒക്കെ പേരും പറഞ്ഞ് ഇവന്മാരൊക്കെ പൊട്ടടിക്കണമെന്ന് അറിയാമോ?
അതിന്റെയൊക്കെ ഇച്ചിരി നമുക്കും കിട്ടിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. എന്റെ ദിവാരേട്ടാ, ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ചല്ല. അതായത് എന്തിനെ കുറിച്ചാണേലും വോട്ട് മേടിക്കാൻ വേണ്ടി ഓരോരുത്തന്മാര് ചിരിച്ചോണ്ട് വീട്ടിലേക്ക് കയറി വരും. കുഴിയെന്ന് സാറന്മാര് തന്നെ എറിയും. എന്റെ പൊന്നു ദിവാകര, ഞാനിതൊന്ന് കഴിച്ചോട്ടെ. ഓ, കാര്യം പറയുമ്പോ ആർക്കും കേക്കണ്ട. ഞാൻ പോണു. ഈ മാതിരി സാധനങ്ങള്. ആ നോട്ടീസ് 4 എണ്ണം ആ ഷാപ്പിലേക്ക് പഞ്ചായത്തുകാർക്ക് വേണ്ടി ഞാൻ കൊതുകിനെ കൊല്ലാൻ നടക്കുവല്ലേ. എന്റെ പറ്റേ എഴുതിയാരാട്ടോ. ഇവിടെ തന്നെ കൊണ്ടുവന്നിടണം. ഇവനെയൊക്കെ സമ്മതിക്കണം. അല്ല, എന്തിനാ ഇവനെയൊക്കെ പറയണേ? നാളെ എത്ര ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഇതൊന്നും മാറ്റാൻ സമയമില്ലാത്ത പഞ്ചായത്തുകാരെ പറഞ്ഞാൽ മതിയല്ലോ. ല്ലോ ടൈഗർ കട്ട്. ഇത് മാത്രമേ ഉള്ളൂ എല്ലായിടത്തും. दीदी है ये വല്യമ്മേ, ഞാൻ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ. ഇവിടെ വല്യമ്മ ഒറ്റയ്ക്കാണോ താമസം? അയ്യോ എന്നാ സാറേ, ഇവിടെ ഞാനും എന്റെ മോനും അവര് വെബ്ബർ നോത്തിയും. ഇല്ല, ഒന്നുമില്ല. വോട്ട് മേടിക്കാൻ വന്നതായിരിക്കും. ഉറങ്ങിക്കോടെ ഇവിടുന്ന്. നിങ്ങളെ കൊറേ നാളായി ഞാൻ നോക്കിയിരിക്കുന്നു. അതല്ല വല്യമ്മേ, ഈ വീടും പരിസരമൊക്കെ ഇങ്ങനെ ഇട്ടിരുന്നാ മതിയോ? ഇങ്ങനെ വെള്ളമൊന്നും കെട്ടിക്കിടന്നുകൂടാ. മാത്രമല്ല, ഈ പരിസരമൊക്കെ ഒന്ന് ശുചിയാക്കണം. ഓ, പിന്നെ കൊറേ പാർട്ടിക്കാർ ഇറങ്ങിക്കോളും. വോട്ട് മേടിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളല്ലേ ഇത്. ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഇതേ വാടക വീടാ, അല്ലാതെ എന്റെ സ്വന്തം കൊട്ടാരമൊന്നും അല്ല. ഈ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി എങ്ങനെയെങ്കിലും ഒരു കൂര പണിത് അതിൽ കിടന്ന് ചാകാന്ന് വെച്ചാ നിങ്ങൾ സർക്കാർ സമ്മതിക്കൂല. ഞാന് സ്വന്തമായി ഒരു പെരയുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി. അപ്പൊ നിങ്ങക്ക് തറകെട്ടി കാണണം, കല്ല് പണിയണം, രൂപ മാത്രം തരാൻ പറ്റൂല. അതിനുള്ള പിടിപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് തെണ്ടുവോ? ആണൊരുത്തനുള്ളത് പെമ്പറത്തിനെ വാക്കും കേട്ടി നടക്കുവോ? ഒന്ന് മുറുക്കാനുള്ള കാശ് പോലും തരീക്കില്ല ആ പൂവന. കണ്ട പാടത്തും ചേറിലും പണിയെടുത്ത് തീറ്റ കൊടുത്ത് വളർത്തി വലുതാക്കിയപ്പം അവനിപ്പോ പറ്റുള്ളേ വേണ്ട. അവക്കടശേരിയല്ലോ എന്റെ മോന്തയ്ക്ക്. വല്യമ്മേ, കാര്യമൊക്കെ ശരിയാ. ഞാൻ ആരോഗ്യവകുപ്പിന്നാ. നമ്മുടെ വീടും പരിസരമൊക്കെ വെള്ളം കെട്ടിക്കിടന്ന അതിൽ കൊതുക് മുട്ടയിടും. നമുക്ക് തന്നെ രോഗങ്ങളുണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്. വലിയ ഓർക്കണ്ടെങ്കിൽ ഇറങ്ങി പോക്കോ. ഏത് വകുപ്പിന്നായാലും ഈ സർക്കാർ തന്നെയല്ലേ. ഒരാൾക്കും ഇനി ഈ ജമ്മത്ത് ഈ ദാശായണി വോട്ട് തരൂല. അവന്റെ ഒരു വകുപ്പ് ന്യായവും ചൂടുവെള്ളം ഞാൻ മോന്തയ്ക്ക് ഒഴിക്കും. ഇറങ്ങി പോണേക്കാവുന്നു. നാട് നന്നാക്കാൻ നടക്കണം. ചേട്ടോ, ഞാനേ ആരോഗ്യവകുപ്പിന്നായിരുന്നു. അതിനിപ്പോ ഞാൻ എന്നാ വേണം? അല്ല, ഈ പനിയൊക്കെ പടരുന്ന സമയമായതുകൊണ്ടേ
ഈ വീടും പരിസരവും ഒക്കെ എങ്ങനെ? ഉവ്വ, എന്റെ വീടും പരിസരമൊക്കെ നോക്കാനേ എനിക്കറിയാം. താൻ തന്റെ പണി പോയി നോക്ക്. ചേട്ടാ, ഞാൻ എന്റെ പണി നോക്കാനാ വന്നത്. ഇയാടെ പണിയേ എന്റെ വീട്ടിൽ വേണ്ട. ചേട്ടാ, പണിയൊന്നുമില്ല. ചേട്ടനെ ഈ കാണുന്ന വെള്ളമൊക്കെ ഒന്ന് കമത്തി കളഞ്ഞാൽ മാത്രം മതി. ഇത് ഞാൻ എന്റെ വീട്ടിൽ എന്റെ ആവശ്യത്തിന് വെച്ചേക്കുന്ന. ഇതെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്റെ പറമ്പിൽ ഇറങ്ങിക്കോണം. ഓരോ ഇടപാടുമായിട്ട് വന്നോളൂ ഓരോരുത്തര്. ചേട്ടാ, ഞാൻ സർക്കാർ പറഞ്ഞിട്ട് ചെയ്യുന്ന എന്റെ ജോലി ഏത്? ചേട്ടൻ ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിന് എനിക്ക് സർക്കാർ ശമ്പളം തരുന്നത്. അത് ഞാനൊരു സർക്കാരിന്റെ ശമ്പളവും വാങ്ങിച്ചിട്ടില്ല. എനിക്കൊട്ട് ആരുടെ ഓശാരവും വേണ്ട. ചേട്ടനല്ല, ഇനി എത്ര വലിയ ആളാണെങ്കിലും ശരി, എനിക്ക് എന്റെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിപ്പോ പോലീസിനെ വിളിച്ചിട്ടായാലും. എന്താ, പോലീസിനെ വിളിക്കണോ? പോലീസിനെ വിളിക്കണോ? അല്ല, അതിപ്പോ നിങ്ങളുടെ പണിയാണ് നിങ്ങൾ ചെയ്തോന്നേ. അല്ല, അതിനിപ്പോ എന്തിനാ പോലീസ്? എന്നാ പിന്നെ അല്ല പിന്നെ ഇതൊന്ന് വായിച്ചു നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. പ്രശ്നം തീർന്നോ? ആ, കമഴ്ത്തി കളഞ്ഞാ മതി. അതേ, ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. എഴുത്തുകാരി ഡോറിസ് ലെസിംഗ് അന്തരിച്ചു. ഇന്നലെ ലണ്ടനിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. നാരായണേട്ടാ, പൈസ എന്താ ദിവരേട്ടാ, പണിയൊന്നുമില്ലേ? അത് പിന്നെ പനിയാ സാറേ. ആ, നാരായണേട്ടാ, ഒരു ചായ. നീ ആ തരാനുള്ള പറ്റ എങ്ങനെയെങ്കിലും തീർക്ക് ദിവാകര. മഴക്കാല ഞാനിത് തുറന്നു വെച്ചിരിക്കുന്നത് പച്ചരി മേടിക്കാനാ. പണിക്ക് പോയിട്ട് ആഴ്ച 2 നാരായണേട്ടാ. മഴക്കാലം ആയില്ലേ, പണി വേണ്ടേ? പോരാത്തതിന് 2 ദിവസമായിട്ട് ലേശം ചൂടുണ്ടോന്നൊരു സംശയം. പണിയില്ലെങ്കിലും പനി ഉണ്ടെങ്കിലും ഷാപ്പിൽ പോണതിന് കുറവൊന്നും ഇല്ലല്ലോ ദിവാകര. ഓ, നിങ്ങള് പുണ്യാളന്മാര്. പിന്നെ നിങ്ങളുടെ ഈ സർക്കാർ വന്നാൽ പിന്നെ നാട് നന്നായിട്ടുണ്ടോ? ഒരാൾക്ക് നേരെപാട്ടിന് പണിയില്ല, പോരാത്തതിന് പകർച്ചയാതി. നീ വലിയ കുറ്റമൊന്നും സർക്കാരിനെ പറയണ്ട. കഴിഞ്ഞ സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ ചിക്കൻ ഗുനിയാന്നും പറഞ്ഞൊരു അസുഖം നാട്ടിൽ വന്നായിരുന്നു. അന്ന് ഭരിച്ചവന്മാർക്ക് അതെന്ത് അസുഖമാണെന്ന് അറിയാൻ മാത്രം 6 മാസം വേണ്ടി വന്നു. അതിനിപ്പോ എന്താ, ഞങ്ങളുടെ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് എല്ലാ ആശുപത്രിയിലും മരുന്നെത്തിച്ച് അസുഖം മാറ്റിയില്ലേ? ഓ, എവിടുന്ന് മാറ്റിയെന്നാ? ചിക്കൻ ഗുനിയ വന്നിട്ടേ കയ്യും കാലും അനക്കി നടക്കാൻ വയ്യാത്തവരെ ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ. മതി മതി, എല്ലാവർക്കും ഉണ്ട് കുറ്റം. കൂടുതൽ രാഷ്ട്രീയം പറയാതെ നീ ചായ കുടിച്ചിട്ട് വല്ല ആശുപത്രിയിലും പോകാൻ നോക്കു ദിവാര. എന്ത് പനിയാണെന്നൊന്നും പറയാൻ പറ്റൂല. ഓ, അവിടെ പോയിട്ട് ഇപ്പൊ എന്നാ കിട്ടാന്? കുറെ കലക്കവെള്ളം തരും സർക്കാർ ആശുപത്രിയിൽ നിന്ന്. പിന്നെ സർക്കാരിന് കുറ്റം. ഇവനും അറിയില്ല ഇവൻ എന്നാ പറയണേന്ന്. നാരായണേട്ടാ, അതേ ചായയുടെ പൈസ. പിന്നെ അവന്റെ സർക്കാരല്ലേ. ആ കാലമൊക്കെ പോയി ദിവാകര. ഇപ്പൊ എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുണ്ട്, ആവശ്യത്തിന് സൗകര്യമുണ്ട്. നീ പോയി നോക്ക്. പിന്നെ എന്നാലല്ലേ അറിയാൻ പറ്റൂ. ഒരു കാര്യമായിട്ട് അറിയുമില്ല, വാചകടിക്കോട്ട് കുറവുമില്ല. പ്രിയമുള്ള നാട്ടുകാരെ, മഴയുടെ ആരംഭത്തോടുകൂടി കഴിഞ്ഞ നാളുകളിൽ പകർച്ചവ്യാധികളാൽ ഉറ്റവരും ഉടയവരും നഷ്ടമായി നിരാലംബരായി തീർന്ന നിരവധി ആളുകൾ നമുക്കിടയിൽ ശേഷിക്കുന്നു. യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തെ അപ്പാടെ വിഴുങ്ങിയ പകർച്ചവ്യാധികൾ നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും ഗ്രാമത്തിലെ വിലപ്പെട്ട ജീവനുകൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടമാകാതിരിക്കുവാനും അവനവന്റെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ച് കേട്ടില്ലായിരുന്നോ? കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഓ, ഇനി പരിസരം ശുചിയാക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. ഓരോ പരിഷ്കാരങ്ങളാന്നേ. 10-20 വർഷം മുമ്പ് ചാരായം നിരോധിച്ചു. ഇപ്പൊ മാറും. ഇനി ഈ കഞ്ഞോളം കൂടി പൂട്ടിച്ച യുവന്മാർക്ക് തൃപ്തിയാവും. നമ്മളെ പാവം കുടിയന്മാരെ ജീവിക്കാൻ സമ്മതിക്കലെന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ
ഈ നാട്ടിൽ മുഴുവൻ പനി പറഞ്ഞത് നാട്ടുകാരുടെ കുറ്റം കൊണ്ടല്ലേ? ആദ്യം ഇവന്റെ ഒക്കെ ഭരണം നന്നാവട്ടെ. തമിഴ്നാട്ടിൽ ഇതൊക്കെ വിഷം കൊണ്ടുവന്ന് കഴിക്കണേന് ഇവനൊന്നും ഒരു കുഴപ്പമില്ല. വീട്ടിൽ കെട്ടിക്കിടക്കണ വെള്ളം മുഴുവനും കമിഴ്ത്തി കളയണോന്ന്. അപ്പൊ കിണറ്റിലെ വെള്ളം വറ്റിക്കണം. അതൊക്കെ ഇവന്മാര് വന്ന് കമിഴ്ത്തി കളയുന്നേ ഒക്കെ വോട്ട് മേടിക്കാനുള്ള ഓരോ കളികളാണെന്നേ. ഇലക്ഷൻ വരാൻ പോവല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് കാണിക്കണ്ടേ? എന്നിട്ട് കുറ്റം മുഴുവൻ പാവം കൊതുകിനും നാട്ടുകാർക്കും. പിന്നല്ലാതെ താൻ വന്നേ ആടൂ. ലോകാരംഭം മുതൽ തന്നെ കൊതുകുകളും നമുക്കിടയിലുണ്ട്. ഓരോ കാലങ്ങളിലും കൂടുതൽ കരുത്തോടെ പുതിയ പേരുകളിൽ പുതിയ രീതികളിൽ രോഗം പടരുമ്പോൾ അതിനുത്തരവാദികളാരെന്ന് സ്വയം വിലയിരുത്തേണ്ട ആവശ്യകതയുണ്ട്. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിലുപരി രോഗം വരാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് വേണ്ടത്. അതിന് നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുകയുമാണ് വേണ്ടത്. അതാണ് ഏക പോംവഴി. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഡെങ്കിപ്പനി കണ്ടുവരാറുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ അവിടെ ഡെങ്കി ബാധിത മേഖല എന്ന ബോർഡുകൾ സ്ഥാപിക്കുകയും ആ മേഖലയിലേക്ക് മറ്റാളുകളെ പ്രവേശിപ്പിക്കാതെ നോക്കി പനി പടരുന്ന സാഹചര്യം ഒഴിവാക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടങ്ങളിൽ ആരംഭത്തിൽ തന്നെ ഈ രീതിയിലുള്ള രോഗങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാറുണ്ട്. പക്ഷെ ഇവിടെയും അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനായി അറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി 50 മുതൽ 150 മീറ്റർ ചുറ്റളവിനപ്പുറത്തേക്ക് പറന്ന് രോഗം പരത്താൻ ശേഷിയില്ലാത്ത എയ്ഡിസ് വിഭാഗത്തിൽപ്പെട്ട ഇത്തരം കൊതുകുകൾ ശുദ്ധജലത്തിലാണ് വളരുന്നത്. അതിന്റെ 1 മാസത്തെ ജീവിത കാലയളവിനുള്ളിൽ 450-ലേറെ കുഞ്ഞുങ്ങളെയാണ് സൃഷ്ടിക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. മണ്ണിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വെള്ളത്തിൽ വളരാൻ ശേഷിയില്ലാത്ത ഈ കൊതുകുകൾ പക്ഷേ കെട്ടിക്കിടക്കുന്ന 2.5 മില്ലി വെള്ളത്തിൽ പോലും ഇവ വളരാൻ പ്രാപ്തരാണ്. അടിക്കാടുകൾ വെട്ടി ആൺകൊതുകുകളെ അകറ്റി പ്രത്യുൽപാദനം കുറച്ചും ചെറിയ ചെറിയ കെട്ടിനിൽക്കുന്ന ജലസ്രോതസ്സുകൾ ഒഴിവാക്കിയും നമുക്കിവയെ നിയന്ത്രിക്കാം. അതിന് നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാവണം. ഉള്ളൂരിന്റെ ഒരു കവിതയിൽ പറയുന്നത് പോലെ, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. ഇവിടെ സ്വർഗം തീർക്കുവാനും നരകം തീർക്കുവാനും നമുക്ക് മാത്രമേ കഴിയൂ. ഇതിലേത് വേണമെന്ന് നമ്മൾക്ക് തിരഞ്ഞെടുക്കാം. പരിസരം വൃത്തിയാക്കി വെക്കുമെന്ന് നാം ഓരോരുത്തരും തീരുമാനിക്കുമെങ്കിൽ ഈ സന്ദേശം പൊതുസമൂഹം ഏറ്റെടുക്കുക വഴി നമുക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ചേട്ടാ ചേട്ടാ എണീറ്റേ. എന്താ മോന് നല്ല പനി. നോക്കട്ടെ. ശരിയാണല്ലോ, നല്ല ചൂടുണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയുന്നതാ പുറത്തിറങ്ങി കളിക്കരുതെന്ന്. അതെങ്ങനെയാ പറഞ്ഞാ കേക്കണ്ടേ? ഇന്നലെ മഴയത്ത് കളിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ ഇവൻ എന്തെങ്കിലും വരുത്തി വെക്കുന്നു. പോട്ടെ, സാരമില്ല. നമുക്ക് നാളെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോവാം. മോൻ കിടന്നു കേട്ടോ. ആഴ്ചകളായി തുടർന്ന കനത്ത മഴയ്ക്ക് ശേഷം പൊട്ടിപ്പുറപ്പെട്ട പകർച്ചപ്പനി ഇന്ന് കേരളം വിഴുങ്ങിയിരിക്കുകയാണ്. പലയിടത്തും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമമായ പൂമാലിയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. മാത്രമല്ല കൂടുതൽ രോഗികളുടെ തിരക്കാണ് ഇപ്പോൾ ജില്ലയിലെ ഓരോ ആശുപത്രിയിലും അനുഭവപ്പെടുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരുടെ കുറവുണ്ടെന്ന് രോഗികൾക്ക് പരക്കെ ആശയവുമുണ്ട്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യക്കുറവ് രോഗികളെ അലട്ടുന്നുമുണ്ട്. വളരെ പെട്ടെന്ന് രക്തത്തിലെ കൗണ്ട് കുറഞ്ഞു പോകുന്നതാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണം. പനി, ശരീരവേദന, മറ്റു അസ്വസ്ഥതകൾ കണ്ടാൽ ഏറ്റവും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ അടിയന്തര ചികിത്സ തേടേണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡെങ്കി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ മറ്റു ജില്ലകളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും എല്ലാ ആശുപത്രികളിലും ആവശ്യത്തിന് മരുന്നുകളും സൗകര്യങ്ങളും എത്തിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. മാത്രമല്ല ഡെങ്കിപ്പനി പോലെയുള്ള മാരകരോഗങ്ങൾ വരാതിരിക്കുന്നതിന് കൊതുകടിയേൽക്കുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നും തിളപ്പിച്ചാറിയ വെള്ളം ധാരാളം കുടിച്ച് പൂർണ്ണമായ വിശ്രമം മാത്രമാണ് ഏക പോംവഴിയെന്നും അദ്ദേഹം അറിയിച്ചു. പൂമാല ഗവൺമെന്റ് PHC മുമ്പിൽ നിന്നും ക്യാമറമാൻ സിബിക്കൊപ്പം സൂര്യ. ആരുമില്ലേ? കുടിക്കാൻ ഇത്തിരി വെള്ളം തരുവോ? അയ്യോ എന്താ എന്തു പറ്റി വല്യമ്മേ? ഒന്നുമില്ല മക്കളെ, ഒരു പരവേശം. ഈ വെള്ളം കുടിച്ച്. ഇത് മോന്റെ വീടായിരുന്നോ? ഞാനിവിടെ വാടകയ്ക്ക് വല്യമ്മേ. വല്യമ്മ എത്ര വയ്യാണ്ട് ഇവിടെ പോയതാ? ഞാൻ ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിയാ മോനെ. ഒരാഴ്ചയായി ചെറിയൊരു ചൂട് തുടങ്ങിയിട്ട്. ധർമാശുപത്രി ചെന്നപ്പം അവിടുന്ന് രക്തം നോക്കണമെന്ന് പറഞ്ഞു. അവിടെ അതിന് പറ്റൂലത്രേ. പുറത്തു നോക്കാനാണ് എന്റെ ഈ പൈസയേ ഇല്ല. മോനോട് പറയാറുന്നില്ലേ? ഓ, ആരോട് പറയാനാ മോനെ. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ എന്റെ പിറ്റേന്ന് തന്നെ അവൾ അവനെ വിളിച്ചോണ്ട് അവക്കടെ വീട്ടിലേക്ക് പോയി. അസുഖം വന്നാ എന്നെ കൊണ്ട് വീട്ടുപണി ചെയ്യാൻ പറ്റൂലല്ലോ. അവിടെ നിന്നാ എന്റെ കൂടെ നോക്കണ്ട്. അതിനവർക്ക് ആർക്കും വയ്യ. ഇന്നത്തെ കാലത്ത് മക്കളെന്നൊക്കെ പറയുന്നത് ഇത്രേ ഉള്ളു മോനെ. ഞാൻ പോണു മോനെ. ചാകുന്നെങ്കി ചാകട്ടെ. പെറ്റ മക്കൾക്ക് പോലും വേണ്ടാതെ എന്തിനാ ഇങ്ങനെ? പ്രിയമുള്ളവരെ, കേരളത്തിൽ പടർന്നു പിടിക്കുന്ന പകർച്ചപ്പനി നമ്മുടെ പഞ്ചായത്തിലും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഉണർന്നു പ്രവർത്തിക്കേണ്ട അടിയന്തര സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനായി നാം രൂപവൽക്കരിച്ചിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ടൈഗർ ഹണ്ട്. നമ്മുടെ ഇതുപോലുള്ള ചെറിയ അശ്രദ്ധ മതി ഡെങ്കിപ്പനി പോലുള്ള വലിയ രോഗങ്ങൾ പകരാൻ. വെറും 5 മില്ലി വെള്ളത്തിൽ പോലും വളർന്ന് ഒരു നാട് മുഴുവൻ രോഗം പകർത്താൻ കഴിവുള്ളവയാ ഈഡീസ് വർഗത്തിൽപ്പെട്ട കൊതുകുകൾ. അങ്കിളെ, ഈഡീസ് കൊതുകളിൽ നിന്നും പകർന്ന ഡെങ്കിപ്പനിക്ക് ഫലപ്രദമായ നിലവിൽ ചികിത്സകളൊന്നുമില്ല. രോഗം പടരുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുക മാത്രമാണ് ഏക പോംവഴി. നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം ശ്രദ്ധിക്കാൻ താല്പര്യമുള്ളവരാ. വിദ്യാഭ്യാസപരമായി നാം ഏറെ മുന്നിലാണെങ്കിലും അങ്കിളെ, നാം ചെയ്യേണ്ട കർത്തവ്യങ്ങൾ നമ്മൾ പലപ്പോഴും മറക്കാറുണ്ട്. നിങ്ങളിത് എങ്ങനെ പഠിച്ചു? ഇതുപോലുള്ള രോഗങ്ങൾ തടയാൻ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ആരോഗ്യ വകുപ്പിൽ നിന്നും ഞങ്ങളുടെ സ്കൂളിൽ സാറുമാർ വന്ന് ഞങ്ങൾക്ക് ബോധവൽക്കരണം തന്നിട്ടുണ്ട്.
മോനെ ഞാനൊരു ബുദ്ധിമുട്ടായി അല്ലേ? അങ്ങനെയൊന്നുമില്ല അമ്മേ. എനിക്കറിയാം, മക്കൾക്ക് പോലും സ്വന്തം അമ്മമാരെ വേണ്ടാത്ത ഈ കാലത്ത് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് ആ വീട്ടിലോട്ടാക്കിയാ മതി. അതൊന്നും വേണ്ട, ആദ്യം അസുഖമൊക്കെ ഒന്ന് മാറട്ടെ. എന്റെ ബുദ്ധിമുട്ടൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. എന്റെ അമ്മയ്ക്ക് വന്നാലും ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യണ്ടേ? തൽക്കാലം എല്ലാ സുഖാവും വരെ എന്റെ കൂടെ നിൽക്കാം. മോനെ, അത് അമ്മ ഇനി ഒന്നും പറയണ്ട. എന്റെ കൊച്ചിനോട് അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. മോനൊന്നും, എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അതൊക്കെ കഴിഞ്ഞു പോയില്ല അമ്മേ. ആദ്യം ഈ മരുന്നൊക്കെ കഴിച്ച് അസുഖം മാറ്റുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. അല്ല സുരേഷ് ഏട്ടാ? പിന്നല്ലാതെ. എന്താടാ ഇത്? ഇമാതിരി വെറുപ്പിക്കണ വീഡിയോക്കാണോ സമയം കളഞ്ഞത്? ഇത് വേണോ നിനക്ക്? എന്തുവാടാ, പോടാ. ഉണ്ടെങ്കി കൊടുക്കടാ. ഇവനെ കൊണ്ട് തോറ്റു. എക്സാൻ റോണാക്ക് ഇങ്ങിതാ, ഞാൻ എടുത്തോളാം. അവനവന്റെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ച് എല്ലാ ഞായറാഴ്ചകളിലും ഡ്രൈഡേ ആയി ആചരിച്ചും സഹകരിക്കുവാൻ പൊതുജനങ്ങളെ പ്രത്യേകം അറിയിക്കുന്നു. ഈഡിസ് കൊതുകില്ലെങ്കിൽ ഡെങ്കിപ്പനിയുമില്ല. ഓർക്കുക, ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ജാഗ്രത പാലിക്കുകയും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജീവനുകൾ തന്നെ നഷ്ടമായേക്കാം. പ്രതിരോധ മരുന്നില്ല, വൈറസാണ്, രോഗാണ്. സ്വയം ചികിത്സയരുത്. മാലിന്യ നിർമ്മാർജ്ജന യത്നത്തിൽ പങ്കാളികളാകുവാൻ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പൊതുജനങ്ങളോട് അഭ്യർത്ഥന. ഉള്ളൂരിന്റെ ഒരു കവിതയിൽ പറയുന്നത് പോലെ, നമുക്ക് നാമെ പണിവത് നാഗം നരകവും അതുപോലെ. ഇവിടെ സ്വർഗം തീർക്കുവാനും നരകം തീർക്കുവാനും നമുക്ക് മാത്രമേ കഴിയൂ. ഇതിലേത് വേണമെന്ന് നമ്മൾക്ക് തിരഞ്ഞെടുക്കാം.